നമസ്കാരം, ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് CBSEയുടെ മലയാളം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നിരന്തരമായി ഈ ഉത്തരങ്ങൾ ആഗ്രഹം കുട്ടികളിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിലെ ചില ആൻസേഴ്സ്, അതായത് ഈ വർഷത്തെ 10ാം ക്ലാസ്സിലെ CBSE മലയാളം പരീക്ഷയുടെ വൺ വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം പറയുകയാണ്. അതായത് നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് അതിലെ ചോദ്യോത്തരങ്ങളുടെ ഉത്തരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമുള്ള ആൻസേഴ്സ് ആണ്. അതിലെ ഒന്നാമത്തെ ആൻസർ പിണം, രണ്ടാമത്തേത് പാന്ത. അതുപോലെ മൂന്നാമത്തെ ആൻസർ പുണ്യം, അതിലെ നാലാമത്തെ ആൻസർ ഭംഗി, അതിര് എന്നുള്ളതാണ് A. അഞ്ചാമത്തെ ആൻസർ നരന്മാരിൽ അധമൻ. 6 മോക്ഷം എന്നാണ് ആൻസർ. 7 A അസാധ്യം. 8 B കൈ അധികം ഇൽ എന്നുള്ളതാണ് ആൻസർ. ദൃഢം എന്നുള്ളതാണ് അടുത്ത ആൻസർ. ഇനി അടുത്ത് നാലാമത്തെ സെറ്റിലെ ആൻസേഴ്സ് ആണ്. അതിലെ 2 ആൻസേഴ്സ് വരുന്നുണ്ട്. നാലാമത്തെ സെറ്റിലെ എയില് ലക്ഷ്മണൻ 5 നൽകുന്ന ഉപദേശം, രണ്ടാമത്തെ ആൻസർ വിദ്യ. B പാറാവുകാരൻ, രണ്ടാമത്തെ ആൻസർ ജയിലിൽ. C അന്യജീവൻ ഉതകിക്കൊണ്ട്, അതിലെ രണ്ടാമത്തെ ആൻസർ കുമാരനാശാന്റെ മഹാകാവ്യമാണ്. ഇനി D ആണ്. ഡിയില് B റേഡിയോ, A ചെമ്പുമത്തായി. ഇയില് C ശ്രീരാമൻ ലക്ഷ്മണനോട്, C അധ്യാത്മരാമായണം കിളി. F വരുന്നത് B മകന് അമ്മയുടെ കണ്ണുകളെ എന്നുള്ളതാണ് രണ്ടാമത്തെ ആൻസർ. G പൊൽക്കിഴി എരിയുന്ന വെള്ളിത്താലം, വിട ആണ് ആൻസേഴ്സ്. H തീവണ്ടി ആപ്പീസിന്റെ മുറ്റത്ത് പൊതിച്ചോറ്. I മഹാഭാരതം, സ്വാഭിമാനം. അടുത്തത് J ചാക്കുണ്ണിയുടെ ദൈന്യത 50 റുപ്പിക. ഇനി അംഗവാക്യം അങ്കിവാക്യമാണ്. അംഗവാക്യം ദ്രൗണി പിന്നെ പുറത്തു കടന്നു, മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ. അങ്കിവാക്യം സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണമെന്ന് നിലവിളിച്ചു. അടുത്ത ആൻസർ ക്വസ്റ്റ്യൻ, അംഗവാക്യം ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം. അങ്കിവാക്യം അയാൾ അജ്ഞാതമായൊരു പാട്ടിന് വേണ്ടി കാതോർത്തു. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. തെറ്റുതിരുത്തുക, വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ നാശമില്ലാത്ത ലോകങ്ങൾ നേടിയിരിക്കുന്നു എന്നെഴുതാം. അല്ലെങ്കിൽ വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകങ്ങൾ നേടിയിരിക്കുന്നു. ആറാട്ടുകുന്നിൽ റേഡിയോ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം എന്നെഴുതാം. അല്ലെങ്കിൽ ആറാട്ടുകുന്നിൽ റേഡിയോ പേടിക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഇനി പ്രയോഗം മാറ്റുകയാണ്. ആളുകളാൽ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിക്കപ്പെട്ടു, ഓർ മേശകൾക്ക് പിറകിൽ ആളുകളാൽ സ്ഥലം പിടിക്കപ്പെട്ടു. അളവുകൾ തെറ്റിച്ച് അയാളാൽ ഉടുപ്പുകൾ തുന്നപ്പെട്ടു, അയാളാൽ അളവുകൾ തെറ്റിച്ച് ഉടുപ്പുകൾ തുന്നപ്പെട്ടു. അതുമല്ലെങ്കിൽ ഉടുപ്പുകൾ അയാളാൽ അളവുകൾ തെറ്റിച്ച് തുന്നപ്പെട്ടു. വാക്യത്തെ പ്രയോഗിക്കുക. നിങ്ങൾക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും അതിന്റെ ആൻസർ എഴുതാം. പിന്നെയുള്ളത് ഉപന്യാസം ആണ്. ഉപന്യാസത്തിന്റെ മാതൃക അനുസരിച്ച് ആമുഖവും പിന്നെ അതിന്റെ ബാക്കിയുള്ള പാരഗ്രാഫുകളുമാണ് എഴുതേണ്ടത്. പിന്നെ യുദ്ധം വരുത്തി വയ്ക്കുന്ന വിപത്ത് എന്നുള്ളതും അതിലെ ആ ഒരു എസ്സേ നിങ്ങളുടെ ഇഷ്ടപ്രകാരം എഴുതാവുന്നതാണ്. കത്ത് തയ്യാറാക്കുമ്പോൾ പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷിത എന്നുള്ളത് വരണം. അത് കഴിഞ്ഞ് അതിന്റെ ജനകീയ സമിതി കൺവീനർ, അവരുടെ ഔദ്യോഗിക മേൽവിലാസം. പിന്നെ സ്വീകർത്താവ് അല്ലെങ്കിൽ ഗ്രാഹകൻ എന്നുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട മേൽവിലാസം. അപ്പൊ മേൽവിലാസം എഴുതുമ്പോൾ പേര്, വീട്ടുപേര്, സ്ഥലത്തിന്റെ പേര്, പിൻകോഡ് എന്നിങ്ങനെ എഴുതണം. പേരോ സ്ഥലമോ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇത്രയുമാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.